പറഞ്ഞുകൊണ്ട് എന്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ എന്റെ ഗുരുനാഥൻ കൂടിയായ സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. പക്ഷെ പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യകത എന്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും. ജനങ്ങൾ നമുക്ക് തരുന്നത് അധികാരമല്ല, ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം ആ ഉത്തരവാദിത്വം പലതിനെയും ചെറുക്കുന്നതിനാണ്. ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക്, ഇപ്പൊ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു പറയുമ്പോഴും ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കല്ല. അതിന് രാഷ്ട്രീയ വർഗീയത എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വർഗത്തെ സംബന്ധിക്കുന്ന വാക്കാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അത് മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റാരും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ഒരു വർഗീയത തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവർ തന്നെ കണ്ടെത്തിയ ഇത്തവണത്തെ, ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോ അയ്യോ ഇത് കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. ഞാൻ ഇതെന്താ ഇവരിങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിന്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബഡ്ജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഏറ്റവും കാര്യമായി തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ മുൻപ് ബഡ്ജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബഡ്ജറ്റ് ആകുക കൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. കടമ ചെയ്ത വഴിയും അല്ലാതെയും നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് എന്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു.